രാമ 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 പാഹി നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമോ നമഃ ശിവായ ശങ്കര സദാശിവ നമഃ ശിവായ പാർവതീശ പാപനാശന ഹരേ പാഹി മാം പരാത്പര ഗിരീശ ഭക്തവത്സല ദേഹി മേ സദാശിവ ഭവാന്റെ പുണ്യകീർത്തനം. ആറേ കാലമായിട്ട് സമയം. ഇന്ന് പാറൂസിന് ക്ലാസ് ഉള്ള ദിവസമാണ്. ഇന്നലെ ഞാനിങ്ങനെ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഈ ഒരു 3 ദിവസം നമ്മൾ ചെയ്തതുപോലെ ഭയങ്കര എന്താ പറയുക, എല്ലാ ഷോട്ടും കവർ ചെയ്ത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പം പാറുവിനെ വിളിക്കണം. പാറൂസ് ഇന്നലെ വളരെ നേരത്തേക്ക് കിടന്ന് ഉറങ്ങിയിട്ടോ, ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്ന് ഉറങ്ങിയിരുന്നല്ലേ. ഒരു 6:30 കിടന്നുറങ്ങിയത്. അപ്പോൾ ഇന്ന് മിക്കതും നേരത്തെ എണീറ്റ് നല്ല ഉഷാറോടെ എണീക്കുകയായിരിക്കുന്നു വിചാരിക്കണം. പിന്നെ എന്താണ്, മഴ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ പറയാം, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ വീടൊക്കെ 2ാമത്തെ സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം നിൽക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. ഇവിടെ ഇപ്പോൾ ഇന്നലെ രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നില്ല. എന്നാലും നിന്ന് പിടിച്ച മഴ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം തൃശ്ശൂർ അവധി പ്രഖ്യാപിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ അടുക്കളയിലത്തെ ബാക്കി പരിപാടീസിലേക്ക് കിടക്കട്ടെ. ഇത് നമ്മൾ പാറൂസിന് ടിഫിൻ ആൻഡ് ലഞ്ച് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ഇന്ന് വെള്ളയപ്പവും പനീർ ബട്ടർ കറിയാണ് വിചാരിച്ചിട്ടുള്ളത്. ടിഫിൻ ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതെന്തെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പാചകപ്പുരയിലേക്ക് പോകാം. അമ്മ ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാട്ടോ. നമ്മുടെ പിന്നെ ഇത്രയും ഈ ഒരു 3 ഡേയ്സിൽ നിങ്ങൾ തരുന്ന റെസ്പോൺസിന് ഭയങ്കര നന്ദി. നല്ല രീതിയിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കമൻറ്റ് സെക്ഷൻ എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. കമൻറ്റ് എന്ന് വെച്ചാൽ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്, മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്കൊരു ഇൻട്രാക്ഷൻ ആയി തുടങ്ങി. എനിക്ക് നിങ്ങളായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വന്നു തുടങ്ങി. ഇപ്പം ആദ്യവും ചെയ്തിരുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മളെന്താണ് പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ലല്ലോ. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോ ഇടുക. അതുകൊണ്ടൊക്കെ ആയിരിക്കണം എല്ലാ കമൻസും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എല്ലാ കമൻസിലും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. പുറത്ത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് കയറാറായപ്പോഴത്തേനും നമ്മുടെ കാശിക്കുട്ടനെ എണ്ണിട്ടിട്ട് ഇവൻ എൻ്റെ ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്കൊരു രക്ഷയായിട്ട് ഞാൻ എടുത്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ക്യാരി ബാഗാണ് ലവ് ലാപ്പിൻ്റെത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ അവനാണെങ്കിൽ ഞാൻ എടുത്തു എന്ന് എനിക്ക് എൻ്റെ പണികളും ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട് ഉണ്ണികളെ. അവനിപ്പോൾ ഉറങ്ങേണ്ട ഒരു സമയമായതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ തലയുടെ മേലെ കൂടെ സംഭവം വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ അവന് വേണമെങ്കിൽ എൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങാൻ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാം കേട്ടോ. ഇതെന്നൊക്കെ കാണിച്ചിരുന്നത് നമ്മുടെ ക്യാരി ബാഗ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാപ്പാണ്. അതായത് ഉണ്ണികൾക്ക് ഇങ്ങനെ തല വെച്ച് കെടുക്കണമെങ്കിൽ ചാഞ്ഞൊക്കെ കെടുക്കണമെങ്കിൽ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡ് സിബ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അതല്ല അവരുടെ ബോട്ടിൽസ് കാര്യങ്ങൾ വെക്കാനും ഇത് ഉപയോഗപ്പെടും കേട്ടോ. അടിയിലൊരു കുഷ്യനുണ്ട്, അതായത് അവർക്ക് ഇരിക്കാൻ പറ്റിയൊരു കുഷ്യനാണ്. അപ്പോൾ നമുക്കിങ്ങനെ വയറുള്ളവർക്ക് വയറ്റത്തിരുത്താം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കുഷ്യനിൽ അവർ സീറ്റിങ് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതാണ്. പിള്ളേർ ഭയങ്കര സേഫാണ് കേട്ടോ, കാരണം 2 സൈഡിലും ബെൽറ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു അളവനുസരിച്ച് നമുക്ക് ടൈറ്റായിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ബോട്ടിൽസ് അവരുടെ സ്നഗ്ഗി അതൊക്കെ വെക്കാം. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ, കാരണം എന്നെ പോലെ കുറേ അമ്മമാർക്ക് ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളിതേ വെള്ളയപ്പാണ് രാവിലെ ഉണ്ടാക്കുന്നത്. ഈ വെള്ളപ്പാണ് കേട്ടോ, ഈ വെള്ളപ്പപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം അതിൻ്റെ ഈസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിക്കും. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരും. എല്ലാവർക്കും അറിയണതാണെന്ന് തോന്നുന്നു. ചിലവരിങ്ങനെ വീട്ടിൽ തന്നെ വെള്ളയപ്പത്തിന് കൂട്ടുമല്ലോ. ഇത് നമ്മുടെ റെഡിമെയ്ഡ് പാക്കറ്റാണല്ലോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ചാൽ അല്ലാണ്ട് 4 ഇരപ്പാലൊക്കെ ഒഴിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്ത് അമ്മ എഴുന്നേറ്റിട്ട് വെളുത്തുള്ളി നന്നാക്കുകയാണ്. എന്താ പറയുക, എനിക്ക് ഒരുപാട് സമയം എടുക്കുന്നൊരു ജോലിയാണ് വെളുത്തുള്ളി നന്നാക്കുക എന്നുള്ളത്. അപ്പം മാക്സിമം അത് അമ്മയാണ് നന്നാക്കി തരാറുള്ളത് കേട്ടോ. എൻ്റെ അത്രയും സമയം അവിടെ ലാഭിക്കും.
അതെ ഈ ഒരു ഫസ്റ്റത്തെ സംഭവം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിയിടാം. നമ്മുടെ വീട്ടിൽ ഒരു പാക്കറ്റ് പൊടി അത്യാവശ്യമാണ്. ഒരു പാക്കറ്റ് ചിലപ്പോൾ പോരാണ്ടാവും കേട്ടോ. ഉണ്ണികൾക്ക് വൈകുന്നേരമൊക്കെ കൊടുക്കും നമ്മൾ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ സാധാരണ ഈസ്റ്റ് ഇങ്ങനെ കലക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് സാധാരണ നമ്മൾ പഞ്ചസാര ഇടാറുള്ളത്. കാരണം മധുരം ഉണ്ടാവുമല്ലോ വെള്ളയപ്പത്തിന്. അത് ഞാൻ മറന്നു പോയതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ഇട്ട് വെക്കുന്നത് കേട്ടോ. ചിലർ മധുരം ഇല്ലാത്തവരുണ്ട്, പക്ഷെ നമ്മളിവിടെ മധുരം ഇടും. പാറൂസിന് വെള്ളയപ്പം ഇഷ്ടമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളയപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് എന്താ പറയുക ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ പാലപ്പം മിക്സ് ഇത് തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം കട്ടകളൊക്കെ ഇങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന വെള്ളയപ്പമാണ്. ഇതെന്തായാലും ഒരു മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ഇത് വീർത്ത് വരുള്ളൂ. പിന്നെന്താണ്, ചായ തിളപ്പിക്കുക. എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം. പക്ഷേ വെള്ളയപ്പം ആണ് ബ്രേക്ക്ഫാസ്റ്റ് ദിവസങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത് വെള്ളയപ്പം കൂട്ടി വയ്ക്കാൻ ഉള്ളതാണ് കേട്ടോ. കാരണം 1 മണിക്കൂർ വേണമല്ലോ ഇത് പൊന്തി വരാൻ. എങ്ങാനും നമ്മൾ നേരം വൈകിട്ടാണ് എണീക്കുന്നതെങ്കിൽ നമ്മളത് നേരത്തെ കൂട്ടി വയ്ക്കും. പിന്നെ അച്ഛന് കട്ടൻ ചായയാണ്. അച്ഛന് പൊതുവെ മധുരമൊക്കെ ഭയങ്കരമായിട്ട് വേണം. നമ്മളിവിടെ ഫ്ലാസ്കിൽ മധുരം കുറവായിട്ടാണ് വെക്കുക. അപ്പോൾ അതേ അച്ഛന് കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബട്ടർ മസാല ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. സ്കൂളുള്ള ദിവസവും അല്ല, അപ്പോൾ പിന്നെ പരീക്ഷണത്തിന് നിൽക്കണമെന്ന് വെച്ചിട്ട് ആദ്യം നമ്മളൊരു 4 സവാള കുക്കറിലേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഷ്ണമാക്കി ഇടുക. കാരണം അത് വെവിക്കല്ലേ, കുരുകുന അരിയേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മുടെ 3 വലിയ തക്കാളിയാണ് എടുത്തത്. പക്ഷേ തക്കാളി ഇത്രയും വേണ്ട കേട്ടോ, ഒരു 2 തക്കാളി മതിയാവും. 3 തക്കാളി ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അത്ര എടുത്തത്. പക്ഷേ ഇത് പുളിയുള്ള തക്കാളിയായിരുന്നു. പിന്നെ വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക, വറ്റൽമുളക് ഇടാം, അല്ലെങ്കിൽ ഉണക്കമുളക് ഇതിടാം, 3 ഇടാം. പിന്നെ കുരുമുളക് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി കോളം ജീരകം ഇടുക. ഇത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ജീരകം ഇടുക. പിന്നെ 2 കറുകപ്പട്ട ഇടുക, ഏലക്കായ ഇടാം. നിങ്ങൾക്ക് ഏത് മസാലക്കൂട്ടിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഗ്രാമ്പൂ അതൊക്കെ ഇടാം കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള സാധനം ഒരു വാളം അണ്ടിപ്പരിപ്പ് ഇടുക. ഇത് കൂടിയാൽ എത്ര കുഴപ്പമില്ല, കുറച്ച് എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോവും, അങ്ങനെയാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. നമുക്ക് ആകെ 2 വിസിൽ മതിയാവും. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാള കുനുകുനാന്നരിയുക. സവാള അരിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ നിന്ന് അയ്യോ സുനാമി പോലെ ഇരിക്കും വെള്ളം. കാരണം എൻ്റെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് എല്ലാവർക്കും വരും, എൻ്റെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വരും. ചില ആൾക്കാരുണ്ട് കേട്ടോ, എത്ര സവാള അരിഞ്ഞാലും കണ്ണിൽ നിന്ന് വെള്ളം വരാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കമൻറ്റ് ബിലോ, അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കുറേ വരും കേട്ടോ. ഞാൻ പുറത്തൊന്ന് ചെറുതായിട്ട് നോക്കിയപ്പോഴേ അമ്മായിച്ച നല്ല ഹോബിയില്ല. അച്ഛൻ്റെ മെയിൻ ഹോബിയാണ് ഈ പഴയ സാധനങ്ങളൊക്കെ, അതായത് ഭക്ഷണ സാധനങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ ഇതേ കാക്കയ്ക്കും കിളിക്കിട്ട് കൊടുക്കൽ. അതുകൊണ്ട് തന്നെ കാക്കകൾക്കൊന്നും ഒരു പേടില്ല. അടുക്കയുടെ ഉള്ളിൽ വന്നിട്ടാണ് കാക്കകൾ ഓരോന്ന് കുത്തി തിന്നണത് കേട്ടോ. ഇനിയിപ്പോൾ ചട്ടിയിൽ നമുക്ക് സെറ്റാക്കാം. ആദ്യം നമ്മൾ ബട്ടർ നമ്മൾ ചട്ടിയിൽ ചൂടാക്കി വെച്ചതിന് ശേഷം അത് മെൽട്ടാകുമ്പോൾ ജീരകവും കറുകപ്പട്ട ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. കുനുകുനായിരുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇടുക. അപ്പോൾ അതിൽ നമ്മുടെ കുക്കറിൽ സെറ്റായിട്ടോ. അത് നന്നായിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന നേരത്ത് കുനുകുനായിരുന്ന തക്കാളി ഇട്ട് വയ്ക്കുക. നമ്മൾ കുക്കറിൽ വെച്ച സെയിം സാധനം തന്നെ ഒന്നും കൂടെ. ഇതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. ഇച്ചിരി ഉപ്പിടാം. എന്നിട്ട് ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴി കിട്ടിക്കോളല്ലോ. അപ്പോൾ അതേ ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുക കേട്ടോ. അത് നന്നായിട്ട് തിളച്ചിരിക്കുന്ന സാധനമായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചത്. കാരണം ഇതിന് ക്വാണ്ടിറ്റി അധികം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കുറേ നേരം ആക്കേണ്ടി വന്നിരുന്നു. പിന്നെ അതേ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ കുക്കറിൽ ഏതൊക്കെയാണ് ഇട്ടത് അത് തന്നെ സെയിം ചെയ്യാം. അത് വഴക്കിയതിന് ശേഷം ഈ ഒരു പേസ്റ്റ് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. മിക്സി കഴുകിയിട്ട് ഒഴിക്കുക, കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത്യാവശ്യം ഇത് ക്വാണ്ടിറ്റി ഉണ്ട്. സമയം ഇപ്പോൾ 7:30 പാറൂസിനെ വിളിക്കട്ടെ. പാറു 7 മണിയാകുമ്പോൾ ഇരിക്കുന്നതാണ്. അപ്പം 7:30 ഇപ്പം തുടങ്ങി യുദ്ധം തുടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. അതൊക്കെ കാശിനിക്കും. എവിടെ കാണുന്നില്ല കാര്യം. മേലെ ചെന്ന സമയത്ത് ഇതേ അച്ഛനും 2 മക്കളും നല്ല ഉറക്കമാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് അസൂയ തോന്നി. അതുപോലത്തെ ഉറക്കമാണത്. കാശിക്കുട്ടൻ കിടക്കുന്നുണ്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ എനിക്ക് കിടപ്പ് കണ്ടപ്പോൾ മനസ്സിലായി പാറിപ്പൊന്നും എനിക്കേണ്ട ലക്ഷണമില്ല എന്ന് മനസ്സിലായി. കുറച്ച് നേരം ഞാനും കിടന്നു. പക്ഷെ നമുക്കിങ്ങനെ കിടക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ബട്ടർ മസാല ചട്ടിയിലാണ്, അടുപ്പത്താണ്. അപ്പോൾ
പാറുവിനെ കുറേ നേരം വിളിച്ചിട്ട് വേണം കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരത്തെ വിളിക്ക് ശേഷം പാറൂസ് എണീറ്റ് ഹാപ്പി ആയിട്ട് തന്നെയാണ് എണീറ്റിരിക്കുന്നത്. ചില ദിവസം ഭയങ്കരമായിട്ട് ഇടഞ്ഞിട്ടായിരിക്കും എനിക്ക്. അങ്ങനത്തെ ദിവസമൊക്കെ ഫുൾ ലേറ്റ് ആയിരിക്കും. മിക്കതും ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റാറുണ്ടാവില്ല. അതുപോലെ ലേറ്റ് ആവും കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അപ്പോൾ നമ്മുടെ ചട്ടിയിലുള്ള ബട്ടർ മസാലയ്ക്ക് നമ്മൾ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പനീറിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാം. ഇപ്പം തന്നെ നമുക്ക് ഏകദേശം അതിനൊരു ഫ്ലേവറൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും. ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. പിന്നെ നമ്മുടെ മല്ലിയില നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുക. മല്ലിയില ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റാണ് അല്ലേ പാറു? ഞങ്ങൾ ഇത്തിരി ലേറ്റാണ്. അപ്പോൾ ഞാൻ പാറുവിനെ കുളിപ്പിച്ച് പാറുട്ടൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് ബ്രഷൊക്കെ ചെയ്യിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് റെഡിയാക്കിയിട്ടൊക്കെ വരാം അല്ലേ പാറു? സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് വരാൻ പറ. ഏമ്മ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കൂട്ടച്ഛനോട് യൂണിഫോം തേച്ച് തരാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിലും അച്ഛൻ തന്നെയാണ് നമുക്ക് യൂണിഫോം തേക്കേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അഥവാ എന്തെങ്കിലും കാര്യത്തിന് നേരമൊക്കെ വൈകുകയാണെങ്കിൽ അച്ഛൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യാറുള്ളത്. പാറൂസിനെ കുളി കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ അച്ഛൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ബട്ടർ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്തിടണം? നമ്മുടെ ബട്ടർ ഇടണം. ലാസ്റ്റ് ബട്ടർ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലുണ്ടല്ലോ, മിൽക്ക് ക്രീം ഉണ്ടെങ്കിൽ അതിടാം. മിൽക്ക് ക്രീം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാലായാലും ഒഴിച്ചാൽ മതി. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി. ഇത്രേ ഉള്ളൂ കാര്യം. ബട്ടർ ചിക്കൻ, സോറി ഗൈസ്, ബട്ടർ ചിക്കൻ അല്ല, പനീർ ബട്ടർ. ഞാൻ പാറുവിനെ പറ്റിക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയത്. ഞാൻ പാറുവിനോട് ഇത് ബട്ടർ ചിക്കൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും മേടിക്കണ്ട. അവളോട് ഞാൻ ഈ പീസുകൾ കാണുമ്പോൾ ചിക്കൻ ആണെന്ന് പറഞ്ഞിട്ടാണ് പറ്റിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാറുമോളെ എവിടെ പോയി? പാറുമോളെ സമയം പോയിട്ടാ. പാറുമോളെ കണ്ടേ 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 കണ്ടടോ, ഇയാളെ കണ്ടടോ, ഞാൻ കണ്ടടോ. ഇല്ല ഇല്ല ഇല്ല. വാടി ഇനിയിപ്പോൾ ദേ പാറൂസിനെ മേക്കപ്പ് ചെയ്യിക്കേണ്ട ഒരു തന്ത്രപ്പാടിലൊക്കെയാണ്. ഒരു 3 ദിവസം, 3 അല്ല, ഇതിനു മുമ്പ് ഒരു 2 ദിവസം ആബ്സെൻ്റ് ആയിട്ട് ചെവി വേദനയായിട്ട് പോകാണ്ടിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തോളം, ഒരു 7 ദിവസമൊക്കെ ഇരുന്നു ക്ലാസ്സിൽ പോയിട്ട്. അതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. മുടിയൊക്കെ കെട്ടി ഇതേ അച്ചമ്മതേ മുക്കുറ്റി ചന്ദനം ചാലിച്ച് തൊട്ട് കൊടുക്കുകയാണ്. ആളിങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്റ്റൈലത്തെയാണ് കേട്ടോ. അത് വേറെ കാര്യം. ചന്ദനമൊക്കെ തൊടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ പാടുപെട്ടിട്ട് പിരികനൊക്കെ എഴുതിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ കണ്ണൊന്നും അധികം ഒന്നും എഴുതാൻ പാടില്ല. അത് സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം പാറൂസിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു സമാധാനമാണ്. ഇനി സമാധാനത്തിൽ നമുക്കിരുന്ന് ഭക്ഷണം കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും അമ്മ ഒരു പാത്രം നിറച്ച് മുക്കുറ്റിച്ചാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ടിഫിൻ ബോക്സിലേക്ക് നമ്മുടെ ബ്രെഡും ന്യൂട്ടലാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. ഇത് അത്ര വലിയ നല്ല സാധനമൊന്നുമല്ല. വല്ലപ്പോഴും കൊടുക്കുക, അത്രയും മതി. ഞാൻ വല്ലപ്പോഴേ കൊടുക്കാറുള്ളൂ. പിന്നെ ഇത് തിന്നിർത്തിരിക്കുന്നത് ഞാനാണ് കേട്ടോ. ഇതാണ് ടിഫിൻ ബോക്സിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേ പാറൂസിന് കഴിക്കാനായിട്ട് വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിട്ട് വെക്കുകയും കൊടുക്കുകയും ചെയ്യിച്ചിട്ട് കഴിക്കണേന്ന് വെച്ചിട്ട് അങ്ങനെ. കാരണം അവൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ, കഴിക്കാൻ വേണ്ടിയിട്ട്, ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. ആൾ കഴിച്ചില്ലെങ്കിൽ തന്നെ എൻ്റെ മൂഡ് ആകെ പോവും. അപ്പോൾ ഈ അച്ചാച്ചൻ്റെ കൊടുക്കുന്നുണ്ട്. എരിവ് ഒട്ടും വരില്ല, പക്ഷേ എരിവ് എന്ന് പറഞ്ഞ് വെറുതെ അഭിനയിക്കുകയാണ്. ഇതേ നമ്മുടെ വെള്ളയപ്പം കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പായിരിക്കും. ഇപ്പോൾ വലിയ വെള്ളപ്പം വേണമെങ്കിൽ ഞങ്ങളുടെ തവിയിൽ ഒരു 1.5 കയ്യിൽ എടുക്കും. അതല്ല കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടാക്കും കേട്ടോ. നമ്മൾ പരത്തുന്നതിനനുസരിച്ചിരിക്കും. നമ്മുടെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് മാക്സിമം പരത്താം. അങ്ങനെയാണ്. പിന്നെ അതെ ദോശ പരത്താനും ഒക്കെ ഈ പറഞ്ഞ വെള്ളപ്പം പരത്താനൊക്കെ അമ്മ ബെസ്റ്റാണ്. അതേ കണ്ടോ, ബബിൾസൊക്കെ വരുന്നുണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ലഞ്ച് ബോക്സിക്കും ഇതാണ് ഞാൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാറൂസിൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ ഏകദേശം പാക്ക് ചെയ്തു. ഇനി നമുക്കിത് പാക്ക് ചെയ്ത് വെക്കാം. പിന്നെ പാറുവിൻ്റെ ടിഫിൻ ബോക്സ് ഞാൻ
പുറത്തുനിന്ന് മേടിച്ചതാണ്. ലഞ്ച് ബോക്സ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 വെള്ളയപ്പാണ് വെച്ചിട്ടുള്ളത്. കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് വെക്കുകയാണ്. പിന്നെ അവരെ സ്കൂളിലേക്ക് ഈ കർച്ചീഫ് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ച് കൊണ്ട് പോകണം. അതെനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളിലും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നമുക്കൊരു അവരുടെ ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, AG ഫാമിലി AN ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് ദിവസം മുമ്പ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അതും എടുത്ത് വെച്ചു. പിന്നെ അതേ ടിഫിൻ ലഞ്ച് ബോക്സും എടുത്ത് വെക്കുകയാണ്. ബുക്സൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ബുക്സൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ 3 പിള്ളേരും കൂടെ അത് പപ്പട പരിവാക്കും. എപ്പോഴും കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയി അവർ കുത്തിവരയ്ക്കലാണ് കേട്ടോ പരിപാടി. അപ്പോൾ അതേ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പാറൂസ് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്നൊരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. ഷാർപ്പ് 8:45 പാറു വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ഇന്ന് 8:50 ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ നിന്ന് 5 മിനിറ്റിൻ്റെ ഒരു യാത്രയേ ഉള്ളൂ. LKGനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ UKGയിൽ പാറു കുറച്ചും കൂടെ ഒരുപാട് നേരത്തെയാണ് പോണത് കേട്ടോ. LKGയിൽ ഇത്തിരി സ്ലോ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത്. ഫ്രണ്ട്സിനെ കാണാനുള്ള ഹാപ്പിനെസ്സാണ്, പഠിക്കാനുള്ളത് ഒരല്ല, ഫ്രണ്ട്സിനെ കാണാനുള്ളൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ. അപ്പോൾ അതേ പാറൂസ് സ്കൂളിൽ പോയി. ഇനി ബാക്കിയുള്ള കുറേ അങ്കപ്പാടുകളാണ് കേട്ടോ. കാശിക്കുട്ടന് അച്ഛൻ തേ കൊടുക്കുന്നുണ്ട്. അവൻ പിന്നെ വെള്ളപ്പം അവന് ഇഷ്ടമാണ്, ദോശയൊക്കെ ഇഷ്ടമാണ്, ഇഡലിയൊക്കെ ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഇതിങ്ങനെ കാലിങ്ങനെ നീട്ടി വെച്ചിരുന്ന് കഴിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അവൻ കുറച്ച് അധികമായിട്ട് കഴിക്കും. ഇത് നമ്മുടെ രാവിലെ വെളുപ്പിന് കുടിക്കുന്ന ഡ്രിങ്കാണ് കേട്ടോ. പാറു സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ ഹതാഹവിയായിരിക്കും. പാറു പോണോണ്ട് തന്നെ അധികം അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഇത് കുടിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവൾ പോയ അപ്പം തന്നെ ഇരുന്നിട്ട് അത് കുടിക്കുകയാണ്, ആശ്വാസത്തോടെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വെച്ചു. എന്നോട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ നേരത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് കമൻറ്റ് ബോക്സിൽ കണ്ടതുകൊണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിക്കും. പിന്നെ എനിക്ക് ബട്ടർ മസാല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സൈക്കിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അത് അഴിക്കേണ്ടേയും പിടിക്കേണ്ടേയും പരിപാടിയിലാണ്. ഐനൂസിന് നല്ല വാശിയാണ് കേട്ടോ. പനി ഉണ്ടായിരുന്നുകൊണ്ട് പനി മാറിയപ്പോൾ അതിൻ്റേതായ കുറച്ച് വാശികളുണ്ട്. അമ്മ അപ്പുറത്ത് അല്ലൂസിന് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോത്തിനും ഉറക്കം വരുന്നുണ്ട്. ഉറക്കത്തിൻ്റെ ഭ്രാന്തുകളാണ്. അതിനു കുറേ വാശിയായപ്പോഴത്തെ അണ്ടിപ്പരിപ്പിൻ്റെ ബോക്സ് എടുത്ത് കൊടുത്തു. നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടറിയായിരിക്കും. ഇത് ഇവരുടെ മെയിൻ സാധനമാണ്. അതായത് ഈ ഒരു സാധനം പിടിച്ചിട്ട് കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. അപ്പോൾ നമ്മളത് നിവർത്തിയോടുകൊണ്ട് എടുത്ത് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ എനിക്ക് കുറച്ച് പ്രമോഷൻ്റെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീത്ത് വരണം വീഡിയോ എടുത്ത് തരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടാവില്ലല്ലോ. അപ്പോൾ TV-യിൽ നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് കുറച്ച് സംഭവങ്ങൾ എടുത്തു. പിന്നെ എനിക്കും ഏട്ടനും കൂടെ ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാശിക്കൂട്ടൻ മേമയുടെ അടുത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ കുറുമ്പുകൾ ഇപ്പോൾ ഒട്ടും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പുറത്ത് പോകാൻ കേട്ടോ. ഇപ്പോൾ അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാനല്ല, അത്യാവശ്യത്തിനൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ പാറുമോളുടെ സ്കൂള്, സെക്യൂരിറ്റി ചേട്ടൻ വെറുതെ ഇറങ്ങിയത്. ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. എന്തായാലും വന്നതല്ലേ ചേട്ടൻ, എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരുമോ പ്ലീസ്? നമ്മുടെ വീടിന് തൊട്ട് ഫ്രണ്ടിലാണ്. വെറുതെ ഞാൻ ഇറങ്ങിയതാണ്, ചെറിയൊരു വർക്കിന്റെ ഭാഗമായിട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പൊ സമയം 12:45. നമുക്ക് ഐസ്ക്രീം തിന്നാലും ചോറില്ല. ഞാൻ തിന്നൂല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 12:45 മീൻ കിട്ടിയത്. അപ്പോൾ വേറെ കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ്റെ കടയിൽ പോയി കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ കാശിക്കുട്ടനൊക്കെ അവിടെ നല്ല വാശിയിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് എന്നിട്ട് ഇറങ്ങിയതാണ്. ഇനി വേഗം തന്നെ പോകണം, വീട്ടിലേക്ക് പോകണം. എന്നിട്ട് ചോറുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടോ. പിന്നെ ഏട്ടാ നമുക്ക് നമ്മുടെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് ആൾക്കാരൊക്കെ കിട്ടുന്നത്. അതായത് അല്ല, നമ്മള് പ്രതീക്ഷിച്ചേക്കാൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് അറിയില്ലേ, വ്യൂസ് എല്ലാവരും കണ്ടിരുന്ന് നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ്. അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും നാൾക്ക് ഞാൻ വീഡിയോസ് ഇട്ടല്ലേ എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്രയും നല്ല കമന്റ്സ് വരുന്നത്. അഞ്ചു ചേച്ചി പ്ലീസ് വീഡിയോ ഇട്, നല്ല രസമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഏട്ടൻ എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമല്ലേ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്, നീ ചെയ്യുന്ന കാര്യം നല്ലതാണ്. ഓ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാറുള്ളത് പറഞ്ഞ് എന്തും നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. നല്ലതാണ് നീ ചെയ്തത് കേട്ടോ. ഇത് പുച്ഛിച്ചതല്ലേ, കമന്റ് ഇട്. ഞാൻ എടുക്കുന്ന എഫേർട്ടിനെ ഏട്ടൻ ചതച്ചരച്ച് കളഞ്ഞു.
നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. വേണ്ട വേണ്ട അതന്നെ ഞാനത് ആക്കി പറഞ്ഞ ഞാനത് പറയുന്നില്ല, നീയും കൂടി സപ്പോർട്ട് ചെയ്തില്ലേ. പിന്നെ പറയാത്തായിട്ടില്ലേ, പറയില്ല പറഞ്ഞത്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്റെ ഏട്ടൻ എല്ലാത്തിനും നല്ലതേ പറയും, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനുള്ളത് ഉള്ളതായിട്ട് കാണിച്ചു, ഉള്ളതായിട്ട് പറഞ്ഞു. എനിക്ക് ഐസ്ക്രീം മേടിച്ച് തന്നാട്ടാ. നിനക്ക് വിശന്നിട്ട് ചെയ്യാന്ന് വിശന്നിരിക്കും. പിന്നെ ഐസ്ക്രീം കഴിച്ചു പിന്നെ ചോറ് തിന്നൂല. വൈകിട്ടും ഞാൻ മോളെ കൊണ്ടുവരുമ്പോ കണ്ട വേണ്ട, എനിക്ക് ഇപ്പൊ ഐസ്ക്രീം തിന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ തിന്നണ്ട, തിന്നില്ല പരിപാടി. പോണില്ല. ചേട്ടൻ ഐസ്ക്രീം മേടിക്കാൻ പോയിരിക്കുകയാണ്. ചേട്ടൻ്റെ വേറൊരു ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരട്ടെ. ഞാൻ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ 7 വർഷമായല്ലോ, 7 വർഷത്തിൻ്റെ ഇടയിൽ ആളുടെ ഒരു സ്വഭാവം എൻ്റെ അടുത്ത് മാത്രമല്ലേ, ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല ഇതേ കിട്ടും. ഏട്ടൻ നമുക്ക് അങ്ങോട്ട് പോവാം, പോണ്ട. ഏട്ടൻ നമുക്കത് ചെയ്യണ്ട. ഏട്ടൻ ഇത് മേടിച്ചു തരുമോ? ഇല്ല, അങ്ങനെ പറയുള്ളൂ. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ഈ മനുഷ്യൻ എനിക്ക് ഒരു സാധനം പോലും സാധിച്ചു തരാണ്ടിരുന്നിട്ടില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും എനിക്ക് മേടിച്ച് തരുകയും ചെയ്യും. ഞാൻ പറയണോടത്ത് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായി ചെയ്യും. അത് എൻ്റെ ആഗ്രഹം ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനത് നോ പറയുമ്പോൾ വിത്ത് റീസൺ കൂടെ എനിക്ക് പറഞ്ഞുതരും. ഇത് ചെയ്താൽ ഇങ്ങനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്, നമുക്ക് അങ്ങനെ പറഞ്ഞുതരും. അപ്പം എനിക്ക് മനസ്സിലാവും. പക്ഷെ ആളുടെ മെയിൻ ഹോബി എന്നെ എത്രത്തോളം പ്രകോപിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രകോപിപ്പിച്ച് എൻ്റെ വായിലിരിക്കുന്ന മൊത്തം കേട്ട് അത് ആൾക്കൊരു ഹരമാണ്. ഇപ്പം ഞാൻ ഐസ്ക്രീം മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ് ഏട്ടൻ എന്തായാലും വാങ്ങിച്ച് തരും. പക്ഷെ അങ്ങനെ ഇപ്പം ഞാൻ എന്തെങ്കിലും സാധനം മേടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഞാനൊരു ലേസ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഏട്ടൻ ഒട്ടും ഇഷ്ടമല്ല ഞാൻ ലേസ് കഴിക്കുന്നത്. ഞാൻ വിളിച്ച് കെഞ്ചേട്ടൻ ഞാൻ വാങ്ങിച്ച് തരില്ല. അപ്പോൾ വരുമ്പോൾ ഞാൻ ചോദിക്കും ഏട്ടൻ ലേസ് മേടിച്ചോ? അപ്പോൾ പറഞ്ഞു ഇല്ല. നിങ്ങൾ മേടിച്ചില്ലല്ലേ? അപ്പം ഞാൻ എന്തോരം പറഞ്ഞാണോ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഞാൻ പറയും. എന്നിട്ട് അവസാനം ബാക്കിൽ നിന്ന് എനിക്ക് ലേസ് എടുത്ത് തരും. ഇന്ന ലേസ് എന്ന് പറയാം. നിങ്ങൾക്കിത് ആദ്യം പറഞ്ഞുകൂടെ മനുഷ്യ? അപ്പം എൻ്റെ വായിലേക്ക് മൊത്തം കേൾക്കണം. പക്ഷെ അത് ഏട്ടൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വെച്ചാൽ എന്നെ എത്രത്തോളം ഞാൻ പറഞ്ഞുതരാം. ചില ചേട്ടന്മാരുണ്ട്, അനിയത്തികൾക്ക് ചില ചേട്ടന്മാരില്ലേ ഇങ്ങനെ ചൊറിയുന്ന ചേട്ടന്മാർ, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ്. മാക്സിമം ചൊറിയിപ്പിക്കാൻ പറ്റുന്ന അത്രയും ചൊറിയിപ്പിക്കും. ഇപ്പം ഞാൻ ഐസ്ക്രീം മേടിച്ചിടാൻ പറ്റാത്തതിന് ഞാൻ പറയാത്ത പരാതികളില്ല. ഏട്ടനെ എന്തൊട്ടുണ്ട് ഞാനെന്ത് പറഞ്ഞാലും ഏട്ടൻ എനിക്ക് വാങ്ങിച്ചു തരില്ല. അങ്ങനെ ഇങ്ങനെ ചക്കിന് മങ്ങിന് തേങ്ങിന് അവസാനം ഇവിടെ കൊണ്ട് നിർത്തി. ഇതവിടെ ആദ്യം പറഞ്ഞാൽ പോരെ. ഇതുപോലത്തെ കെട്ടിയന്മാരും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഏത് നേരവും ചൊറിഞ്ഞുകൊണ്ട് അതിലേ പോകുമ്പോൾ അടിച്ച്, ഇതിലേ പോകുമ്പോൾ നുള്ളി, അതിലേ പോകുമ്പോൾ പിച്ചി, അങ്ങനെയൊക്കെ ഉള്ള കുരുത്തം കെട്ട കെട്ടിയന്മാരുണ്ടെങ്കിൽ കമൻറ്റ്സ് ബിലോ. താങ്ക്സ്. തൊണ്ടവേന പയ്യങ്ങനെ ഞാൻ കൊണ്ടുപോലോ ഷുഗറുള്ള കാര്യം എപ്പോഴേ പറയാം. മിണ്ടാണ്ടിരിക്കണം. പൊട്ടിച്ചേരട്ടെ. ഇല്ല ചേട്ടാ, എനിക്ക് വണ്ടി പിടിക്കണം. ഇവിടെ കൈയിട്ട് വണ്ടി പിടിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കണ്? ഞാൻ കുറച്ചേരത്തെ പറഞ്ഞത് എങ്ങനെ ഇരിക്കണ്? നിങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഒരു പ്രസംഗിച്ചേ പൊട്ടിച്ചായിട്ടതൊന്ന് വണ്ടി വളക്കട്ട് പോയി റോട്ടി വണ്ടി ഇട്ടിട്ട് എങ്ങനെയാ കാവ്യം മധുരം കളിയരങ്ങിൽ കണ്ട. നിനക്ക് വയറ് ഉറക്കണം, അത് കുറയ്ക്കണം. എന്നിട്ട് ഈ ഐസ്ക്രീമിലൊക്കെ എന്തോരം കലറിയെന്നറിയോ? അതന്നെ എന്നോട് 4 പ്ലേറ്റ് ചോറിന് തുല്യമാണ് ഒരു ഐസ്ക്രീം കഴിക്കണം അറിയുന്നത്. നമ്മളപ്പോൾ ഇതേ പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പലചരക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ട, അതായത് അടുക്കളയിൽ ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, എല്ലാം അതെടുത്ത് വായിലിടവർ. അപ്പോൾ അത് നമ്മൾ കിട്ടിയപ്പോൾ തന്നെ അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അരി ഉഴുന്ന് അങ്ങനത്തെ പലചരക്ക് സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ അച്ഛനാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്.
ഇപ്പോൾ അച്ഛന് വയ്യാത്തതുകൊണ്ട് നമ്മൾ പോയിട്ട് ഏട്ടൻ പോയിട്ട് മേടിച്ചെന്നുള്ളൂ. ഏട്ടൻ ഒന്നെങ്കിലും ആരെങ്കിലുമൊക്കെ പോയി മേടിക്കും. മീൻ വളരെ ലേറ്റായിട്ടാണ് കിട്ടിയത്. 12:45 മീൻ കിട്ടിയത്. അപ്പോൾ ചെമ്മീനായിരുന്നു. ചെമ്മീൻ കറിയുണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാണ് നമ്മുടെ കറികൾ. വേറെ പ്രത്യേകിച്ച് കറികൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കർക്കിടക മാസത്തിൽ നോൺ കഴിക്കിരുന്നുകൊണ്ട്. നമ്മളിവിടെ അങ്ങനെ നോക്കുന്ന ആൾക്കാരല്ല. നമ്മൾ വിളക്ക് വയ്ക്കും, പ്രാർത്ഥിക്കും എന്നല്ലാതെ അങ്ങനെ വ്രതം പോലെ അങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ വലിയ കാരണവന്മാരൊക്കെ ഉള്ള വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഇവിടെ മിക്ക ആണുങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇവിടെ നിഖിലിനൊക്കെ എന്തായാലും മീൻ ഇഷ്ടമാണ് അവർക്ക്. അവർ അന്നലെ ഭക്ഷണം നന്നായിട്ട് കഴിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൈ ഒഴിഞ്ഞ സമയത്ത് ഞാൻ ഇട്ട് വയ്ക്കുകയാണ്. കുറേ അമ്മ ഇട്ട് വെച്ചു. അപ്പോൾ ഇതിനും അല്ലും അതിനും വാശി പിടിച്ചപ്പോൾ അമ്മ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ഉള്ള സമയം ഞാൻ ഫ്രീ ആയപ്പോൾ കാശിക്കൂട്ടൻ ഉറക്കൊക്കെ എടുത്തിട്ട് സാധനങ്ങളും അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാറൂസിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരേണ്ട നേരമായിട്ടാണ്. ഞാൻ ഇത്രയും നമ്മുടെ 3 ദിവസത്തെ വ്ളോഗ് ഉണ്ടായിട്ട് ഞാൻ ഫസ്റ്റാണ് കുറച്ചധികം എടുക്കുന്നത്. പാറു ഒന്ന് സ്കൂളിലേക്ക് വരുന്നതും കൂടെ വ്ളോഗ് എടുക്കുന്നത് 3:30 നേരത്താണ് ഞാൻ ചോറിണത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ പറഞ്ഞു ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ആ ടൈമിൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ നമ്മൾ വണ്ണം വയ്ക്കുന്നു. പക്ഷെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് കറക്റ്റ് സമയത്തിന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കീത്തു വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കീത്തുൻ്റെ കൈ ഒഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൾക്ക് കഴിക്കാൻ പറ്റാത്തത്. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത കേട്ടോ. ദേ പാറൂസ് വന്നു. പാറുൻ്റെ കയ്യിൽ ഇത് ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പാറു സ്കൂളിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പാറു ഡാൻസിന് പോകണം. പാറുവിന് ബാഗ് പൊന്തിക്കാൻ പറ്റണില്ല കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു? കുറേ നാൾക്ക് ശേഷമല്ലേ ഫ്രണ്ട്സിനെ കണ്ടത്. ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? മഴ ഉണ്ടായ പൊന്നോ? ക്ലാസ്സിൽ മഴ ഉണ്ടായ? മഴ ഉണ്ടായിരുന്നോ? കഴിച്ചാ? ഇഷ്ടായ? നമ്മുടെ പനീർ കറിയൊക്കെ ഇഷ്ടായ? എന്നിട്ട് ഞാൻ ആദ്യം കഴിഞ്ഞപ്പോ ഞാൻ കഴിച്ച് വെള്ളയിൽ പോകുമ്പോൾ അതിന്റെ ചിക്കൻ കഴിച്ചു. ഞാൻ ആരാധന കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. മൊത്തം കഴിച്ചാ? ചിക്കൻ പീസ് അവിടെ കയ്യിൽ എന്തിട്ടാണ്? ബ്രെഡാ? എന്തിനാ? ബ്രെഡാണെങ്കിൽ ന്യൂട്ടല്ലേ കഴിഞ്ഞേ. ഞാൻ പഠിച്ചു സത്യം. അപ്പോൾ അതേ പാറുവിനെ ഡാൻസ് ക്ലാസ്സിലേക്ക് വിടാനായിട്ട് പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. നമ്മൾ ഡാൻസ് ക്ലാസ് അല്ല, ഡാൻസ് ടീച്ചറുടെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഷേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതിലേക്ക് ഞാൻ ഒരു കഷ്ണം മാങ്ങിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ നട്ട്സ് നമ്മുടെ വീട്ടിലുണ്ടോ നട്ട്സൊക്കെ ഇടാം കേട്ടോ. ഇവിടെ ഇപ്പോൾ അതേ അണ്ടിപ്പരിപ്പും നമ്മുടെ ഈന്തപ്പഴവും അതേപോലെ തന്നെ ബദാമുമാണ് കേട്ടോ ഉള്ളത്. അതും ഇട്ടു. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം പാറൊട്ടും കഴിക്കത്തില്ല, വെറുതെ കഴിക്കില്ല. അപ്പോൾ ഞാനത് അവൾക്ക് ഷേക്ക് അടിച്ചു കൊടുക്കുമ്പോഴാണ് ഇടാറുള്ളത്. പിന്നെ ആവശ്യത്തിന് പാൽ. അപ്പോൾ ഞാൻ സ്മൂത്തി പോലെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഷേക്ക് പോലെ അല്ലാണ്ട് ഇച്ചിരി കട്ടിയിൽ സ്മൂത്തി ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഒരു വലിയൊരു കപ്പ് കുടിച്ച് കഴിഞ്ഞാൽ അവളെ വിശപ്പും മാറുകയും ചെയ്യും, ഹെൽത്തിനും നല്ലതാണല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ചും കൂടെ തണുത്തിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. മധുരമുള്ള പഴമാണെങ്കിൽ റോബസ്റ്റ് പഴമൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നേന്ത്രപ്പഴത്തിന് അതിൻ്റേതായ ഒരു ചൊവ്വിൻ്റെ ആയിരിക്കും, അതായത് ആ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തേ പാറൂസതേ ചാച്ചൻ്റെ അടുത്തിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു കുപ്പി വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി 2-3 മുറുക്കും ഞാൻ വെച്ചിട്ടുണ്ട്. അവൾക്ക് ചിലപ്പോൾ വിശന്നാലോന്ന് വെച്ചിട്ട് മുറുക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പാറുതേ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ക്ലാസ് കഴിഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോകണേന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതുമായി സംബന്ധിച്ചിട്ടാണ് കേട്ടോ പാറു പഠിക്കാൻ പോണത്. പാറു ചെറിയ കുട്ടി ആയതുകൊണ്ട് അവൾക്ക് ഇച്ചിരി കൂടുതൽ സമയം വേണം. അപ്പോൾ ഡെയിലി ഒരു 2 സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് പഠിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവൾ ഡെയിലി ക്ലാസ്സിലേക്ക് പോണത് കേട്ടോ. അപ്പോൾ അത് ആൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വെക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡേ 5 ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഒരു 3 ദിവസം കൂടി ഉള്ളൂ. അതായത് എന്തുവാടേ 3 ദിവസം കൂടി ഉള്ളൂ. അതായത് ഇനിയിപ്പം ഇന്ന് 4 ഇനിയിപ്പം മിക്കതും വെള്ളി ശനി ഞായർ വരെയായിരിക്കും നമ്മുടെ സീരീസ് ഉണ്ടായിരിക്കുക.
അപ്പോൾ ഇത്രയും ഈ ഒരു 3 ദിവസം നല്ല രീതിയിലൊരു സപ്പോർട്ടാണ് തന്നത്. ഇനിയും ഞാനത് പ്രതീക്ഷിക്കുന്നു. അതേപോലെ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഞാൻ വീഡിയോ മാക്സിമം കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് വിടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ നമ്മൾ നാളെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ പറ. ബൈ പറയടാ. ടാറ്റ പറഞ്ഞേ. ടാ പ്ലേയിങ് കൊടുത്തേ.